ഞാനും സാർ ബേബിയും നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ തന്നെ ഒറ്റപ്പാലം ഒരു 4 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്. വാട്ടർ ഫൗണ്ടൈനാണിത്. വെള്ളത്തിൻ്റെ ഡാൻസും വാട്ടർ ഡാൻസും മ്യൂസിക് വെച്ചുള്ള വാട്ടർ ഡാൻസ്. ഞങ്ങളെത്താൻ കുറച്ച് വൈകി. ഇവിടെ കണ്ടോ കൊത്തുകോഴികളുടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അവിടെ 2 എണ്ണം മാത്രമാണ് ബാലൻസ് ആയിട്ട് നിൽക്കുന്നത് കാണുന്നു. വലിയ കോഴികളാണ്, തമിഴ്നാട്ടിൽ നിന്നുള്ള കോഴികളാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ആംബിയൻസാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. കുട്ടികൾക്ക് കളിക്കാനും മുതിർന്നവർക്കും എല്ലാം ഒരു റെസ്റ്റ് ചെയ്യാനും എല്ലാത്തിനും പറ്റുന്നൊരു പാർക്കാണ്. ഇതാണ്. ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്, നിറയെ ബെഞ്ചുകളും അതിൻ്റെ ഇടയിൽ തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ചെടികൾ നിൽക്കുന്ന ഭാഗത്തായിട്ടാണ് നമ്മുടെ മ്യൂസിക് ഡാൻസ് നടക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മ്യൂസിക് ഡാൻസ് ചെയ്യുന്നത്. നമുക്ക് രാത്രി ആയാലാണ് അതിൽ ചെയ്യുക. 7 മണിക്കാണ്, വൈകുന്നേരം 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. നല്ല മനോഹരമായിട്ടുള്ളൊരു കുളമാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അതിലാണ് വാട്ടർ ഫൗണ്ടൈൻ്റെ ചെറിയൊരു ഫൗണ്ടൈൻ. സിംഗപ്പൂർ മോഡലിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഒരു വൈറ്റ് ഇതൊക്കെ സിംഹത്തിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടാണ് അതിൽ ചെയ്തിട്ടുള്ളത്. നല്ല സ്ക്വയർ ടൈപ്പിലാണ് നല്ല കുളം നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാം നല്ല പടുത്ത് നല്ല വൃത്തിയിലാണ് കൊണ്ട് ചെയ്യുന്നത് അവർ. വേറെ വന്നേ, ഇവിടെ മീനുണ്ട്. ഇവിടെ വാ. നിറയെ മീനുണ്ട് ഇതിൽ. നെട്ടറും ബ്രൂഹും എല്ലാം ഉണ്ട്. നമുക്കിവിടെ പിടിച്ചിട്ട് അതിൻ്റെ ഒരു എമൗണ്ട് ഇവിടെ കൊടുത്താൽ മതിയാവും. ഒരു ഫിഷിങ്ങിന് അനുവാദമുണ്ട്. രാവിലെ സമയത്താണ് ഫിഷിങ് ചെയ്യാൻ കഴിയുള്ളൂ. വലിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ജെറബേബിക്ക് മീനിനെ കാണുന്നില്ല. ജെറോൻ്റെ ഉള്ളിലോട്ട് നോക്കുന്നുണ്ട്, എന്നാലും ജെറുവിനെ കാണുന്നില്ല. നമുക്ക് ഇതിനൊക്കെ നടന്ന് പോയി നോക്കി നോക്കാം. ജെറുവാ. നല്ല ഇവിടെ സപ്പോർട്ടയുടെ മരമാണ് നിൽക്കുന്നത്. നല്ല സപ്പോർട്ട കായ്ക്കുന്ന ഒരു മരമാണ്. ഈ സൈഡിലൊക്കെ വെള്ളം ഒരു രാത്രിയാണ് പമ്പ് ചെയ്യാറുള്ളത്. അവിടെ അന്വേഷിച്ചപ്പോൾ ചെറിയൊരു ഹട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. 2-3 ഹട്ടുകളുണ്ട് ഇവിടെ. ആൾക്കാർക്ക് റെസ്റ്റ് എടുക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റുന്നൊരു ഹട്ടാണ്. നല്ല ഭംഗിയിൽ നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ.
ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് പ്രകൃതി ആസ്വദിച്ചിട്ട് അങ്ങനെ ഇരിക്കാൻ കഴിയും. രാവിലെ സമയത്തൊക്കെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു ഭാഗത്ത് പാടത്തിന് പക്കത്തായിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. സാറിന് നൊങ്ക് കൊടുത്തിട്ടുണ്ട്, പനനൊങ്ക് കഴിക്കാത്ത സാറിൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായത് വെറുതെ വീട് നോക്കിയിട്ടിരിക്കുകയാണ്. ഡാറ്റാകോം എന്ന ബാംഗ്ലൂരിലെ കമ്പനിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അവിടെ വൃന്ദാവൻ ഗാർഡനൊക്കെ ഇവരാണ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ കഴിഞ്ഞു. മൈസൂരിൽ വൃന്ദാവൻ ഗാർഡൻ ഉണ്ടല്ലോ, അതിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് മുമ്പേ ഈ വാട്ടർ ഡാൻസ് അവിടെയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. ഇതിൻ്റെ ഭാഗത്ത് നോക്കി തന്നെ നമുക്ക് കാണാം അവിടെ ഇരിക്കാനുള്ള സെറ്റിങ്സ് എല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഷെഡൊക്കെ കെട്ടിയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കുളത്തിൻ്റെ ഭംഗി നമുക്ക് ഇവിടുന്ന് നോക്കി കാണാം.